ഹായ്. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചയൂണിലോട്ട് കിടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. അങ്ങനെ രാവിലത്തെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഉച്ചയൂണിലോട്ട് കിടക്കുകയാണ്. അപ്പം ഊണിൻ്റെ വിശേഷങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. അമ്മ താണ്ടെ പിന്നെ പപ്പടവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്ത് തോന്നുന്നു? പപ്പടമുണ്ട്, പിന്നെന്തുവാ, സാമ്പാർ, രസം, പുളിശ്ശേരി. പുളിശ്ശേരി താണ്ടിരിക്കുന്നത്. അയ്യ അടിപൊളി പുളിശ്ശേരി, മോര്, തോരൻ, മെഴുക്കുവരട്ടി. എൻ്റെ അമ്മോ, വിഭവ സമൃദ്ധമായ സദ്യ. കിച്ചടി, ഇത് പാവയ്ക്ക കിച്ചടി. ഈ പാവയ്ക്ക കിച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. എന്തായാലും അമ്മ ഒന്ന് വിളമ്പിക്കേ, ഒന്ന് വിളമ്പുന്നേ കാണിച്ചു തരാം. സാമ്പാർ എന്തായാലും ഒക്കെ ഞാൻ കാണിക്കും. അമ്മ കാര്യമായ രീതിയിൽ വിളമ്പുക. എൻ്റെ ദൈവമേ, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. അച്ചാറിന് 2 ഐറ്റമാണ്. അച്ഛൻ താണ്ട തോരനെടുത്ത് വിളമ്പി തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പാവയ്ക്ക കൊണ്ടാട്ടം. പാവയ്ക്ക കിച്ചടി, കൊണ്ടാട്ടം എന്ന് പറയാം. അപ്പോൾ വൈകിട്ട് ഞാനങ്ങനെ നമ്മുടെ ചെങ്ങന്നൂർ ഒരു വസ്തു കിടപ്പുണ്ട്. അപ്പോൾ ആ വസ്തുവിൽ കിണർ പണിയും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ആ കിണറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ ആ കിണറും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. കാരണം അത് കിണർ കുഴിച്ച് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും പാറയായിരുന്നു. പിന്നെ അത് പാറയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി. അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഗ്യം കൊണ്ട് വെള്ളമൊക്കെ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എന്തായാലും ജീവിതകാലം മൊത്തം നമുക്ക് വെള്ളത്തിന് ക്ഷാമം വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ കിണറൂടെ പോയെന്ന് കാണാം. ഓക്കെ, നമുക്കപ്പോൾ നേരെ ചെങ്ങന്നൂർ എൻ്റെ വസ്തുവിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ വസ്തുവിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കിണർ പണിയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ദാ ഈ പുറകെ കാണുന്ന ചുമന്ന കാറ് കിടക്കുന്നതാണ്. ഇത് ആരുടെ വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരോ ഇവിടെ ഇങ്ങനെ കയറ്റിയിട്ടതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കിണർ പണിയുന്നതിൻ്റെ കാര്യങ്ങളും വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട്, അപ്പം അതുകൊണ്ട് കിണറിൻ്റെ പണി മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് നല്ല കാട് കയറി, ഇപ്പം മഴയൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് നല്ല കാട് കയറി കിടക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരാം വസ്തു കൃത്യമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വസ്തുവിലേക്കുള്ള വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ വസ്തുവിലോട്ട്. ഇത് കണ്ടില്ലേ, ഞാൻ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് മൊത്തം കാട് കയറിയൊരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുക. ഞാൻ ഇനി നമ്മുടെ കിണറിൻ്റെ പണിയുടെ പുരോഗതിയും കൂടെ ഞാനത് കാണിച്ചു തരാം. ഇത് നമ്മുടെ കിണറ്റിൽ നിന്ന് കയറ്റിയിട്ട കല്ലുകളാണ്. കാരണം പാറ പൊട്ടിച്ചിട്ടേ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ നിറച്ച് കാട് കയറി കിടക്കുക. ഇവിടെ ഇതാണ് നമ്മുടെ കിണറിൻ്റെ പിന്നെ കിണർ ഈ ഭാഗത്തായിട്ടാണ് കുത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും കിഴക്കോട്ടാണ് വസ്തു, റോഡ് കിഴക്ക് ഭാഗത്തായിട്ടാണ്. പക്ഷേ ഈ കിണറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് റിങ് ഇറക്കണം. ഞാൻ ഇപ്പോൾ കുറേ പിന്നെ ദിവസമായി പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പാറ പൊട്ടിച്ച് കയറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല വെള്ളത്തിൻ്റെ ഊറ്റുണ്ട് കേട്ടോ. നമുക്ക് ഭാഗ്യം കൊണ്ട് എന്തായാലും പിന്നെ വെള്ളത്തിന് ക്ഷാമം വരത്തില്ല, നല്ല ഊറ്റുണ്ട്.
കണ്ടില്ലേ? ആ ഊറ്റ് വന്നിട്ട് ഇപ്പം മഴയും കൂടെ പെയ്തത് കൊണ്ട് വെള്ളം ഇനി മേപ്പോട്ട് കയറി കിടക്കുക. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാറ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വെള്ളം പാടില്ല, വെള്ളം വറ്റിക്കണം. എന്നിട്ട് കുറേ നമ്മൾ വെള്ളമൊക്കെ അടിച്ച് വറ്റിച്ച് മോട്ടർ വെച്ച് അടിച്ച് വറ്റിച്ചിട്ട് കുറേ പൊട്ടിച്ചെടുത്തു. അപ്പോൾ അതാ അങ്ങനെ പൊട്ടിച്ചെടുത്ത കല്ലുകൾ അതാണ്ട് ഈ മേളിൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് വീട് വയ്ക്കുന്ന സമയത്ത് ബേസ്മെൻറ്റിലേക്കുള്ള കല്ല് ഇവിടുന്ന് തന്നെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് പിന്നെ ആ പാറയുടെ പൊടിഞ്ഞ പാറയുണ്ടല്ലോ, ചെളി ആണ് അത്. ഇത് മാത്രമല്ല, അതാണ്ട് ഇപ്പുറത്തും കിടപ്പുണ്ട്, ഇഷ്ടം പോലെ പാറ കിട്ടി ഇതിനകത്തുനിന്ന് തന്നെ. ഇതെല്ലാം ഈ കാണുന്ന പാറക്കല്ലുകൾ മുഴുവൻ എനിക്ക് അതിനകത്തുനിന്ന് കിട്ടിയതാണ്. പിന്നെ കുറച്ച് കല്ലുകൾ നമ്മൾ വലിയ കല്ലായിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 15 അടിയോളം താഴ്ചയുള്ളൊരു കിണറാണ്, 15 അടിയോളം. പക്ഷേ അതിനകത്തിപ്പോൾ ഈ മഴ പെയ്തിട്ട് നല്ല വെള്ളം കയറി കിടക്കുന്നതിൻ്റെയാണ് ഇത്രയും പൊങ്ങി കിടക്കുന്നത്. നമുക്കധികം ആഴം തോന്നിക്കത്തില്ല. പക്ഷേ ഇത് വറവ് സമയത്ത് പോലും ഇത് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വറവ് സമയത്താണ് കുഴിച്ചത്. ആ കുഴിച്ച സമയത്ത് നല്ല ഉറവ കിട്ടിയായിരുന്നു. അതുകൊണ്ട് കിണർ വറ്റത്തില്ലെന്നുള്ള പ്രതീക്ഷയാണ്. ജീവിതകാലം മൊത്തം നമുക്ക് വെള്ളം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുപുഴ പാലത്തിലാണ്. ഇത് പമ്പയാറാണ്, അതിമനോഹരമായ പമ്പയാറ്. ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗംഗയാറു പിറക്കുന്നു ഹിമവൻമലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ. പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി എന്ന് പറയുന്നത് പോലെ പമ്പയാറ്, പിന്നെ പമ്പയാറിൻ്റെ കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ആറാട്ടുപുഴ പാലത്തിൽ. ഇവിടെ പിന്നെ നല്ല അടിപൊളി ഒരു പള്ളി, അതായത് സൂപ്പർ മനോഹരമായ ഒരു പള്ളിയും തൊട്ടപ്പുറത്ത് ഒരു പള്ളിയുടെ തന്നെ ഒരു സ്ഥാപനവും. അപ്പോൾ അതിൻ്റെ ഒരു യേശുക്രിസ്തുവിൻ്റെ ഒരു തിരുരൂപം ഒക്കെ ഇങ്ങനെ നല്ല ആ പമ്പയാറിൻ്റെ തീരത്ത് മനോഹരമായിട്ട് ഭക്തിസാന്ദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവമാണ്. പ്രകൃതി ഭംഗി കൊണ്ട് എന്തായാലും ഇവിടെ എന്ന് പറയുന്നത് ഒരു 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 അപൂർവ കാഴ്ചയാണ് കേട്ടോ. എന്ത് രസമെന്നറിയോ ഇവിടെയൊക്കെ കാണാൻ. ഈ ആറൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എടുത്ത് ചാടാൻ തോന്നും. പക്ഷേ പഴയ പമ്പയാറല്ല ഇപ്പോഴത്തേത്. കാരണം അടിയൊഴുക്ക് നല്ല അടിയൊഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എത്ര നീന്തൽ അറിയാവുന്നവരായാലും ചുഴികളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പമ്പയാറ്റി മിക്കവാറും അപകടകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചുഴിയിലൊക്കെ പെട്ടുപോയാൽ എത്ര നീന്തൽ അറിയാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ കുളിച്ചിട്ട് പോവുക, അല്ലാതെ നീന്താനും പിടിക്കാനും ഒന്നും നിൽക്കേണ്ട, അതാണ് നല്ലത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ആറാട്ടുപുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറന്മുള ദേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വള്ളസദ്യ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം പള്ളിയോടങ്ങൾ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോടങ്ങൾ, അതായത് ഓരോ കരയിലും ഓരോ പള്ളിയോടങ്ങളാണ്. അപ്പോൾ പള്ളിയോടം എന്ന് പറഞ്ഞാൽ ശരിക്കും വള്ളമാണ്, ശരിക്കും പിന്നെ ആറന്മുള വള്ളംകളിക്ക് വേണ്ടി പോകുന്ന വള്ളങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വള്ളസദ്യ നടക്കുക. അപ്പോൾ ആ വള്ളസദ്യ നടക്കുന്നതുകൊണ്ട് പള്ളിയോടങ്ങളൊക്കെ ഇപ്പം നീറ്റിലിറക്കിയിട്ടിരിക്കുക. ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാനതൊക്കെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. നമുക്കൊരു വള്ളസദ്യക്ക് പോകണം, വള്ളസദ്യ ഉണ്ണണം. അതുപോലെ തന്നെ ആ വള്ളസദ്യയുടെ ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങളും എല്ലാം തന്നെ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇല്ല, അത് ഒറ്റ വീഡിയോയിൽ തീരില്ല, ഒരു 2-3 വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ആറാട്ടുപുഴ പാലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ മനോഹരമായ ഒരു ദേവാലയം. ആ ദേവാലയത്തിൻ്റെ പിന്നെ പരിസര പ്രദേശത്ത് അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ഈ ആറാട്ടുപുഴ പാലം കയറി അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇതെനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് നല്ല മനോഹരമായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇറങ്ങിയത്. ആ പാലത്തിനടുത്തുള്ള സെൻറ്റ് ജോസഫ്സോ അങ്ങനെ എന്തോ ഒന്ന് പേരാണ്, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇനി അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. കാരണം പള്ളിയുടെ വിശേഷങ്ങളും അതിൻ്റെ പൗരാണികമായ അവസ്ഥകളും കാര്യങ്ങളുമൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അവിടെ തന്നെ ആരെങ്കിലും കാണും, നമുക്കൊന്ന് ചോദിച്ചേ എല്ലാം വിശദമായിട്ട് ഷൂട്ട് ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പള്ളിയുടെ കൊടിമരം, അത് സ്വർണ്ണക്കൊടിമരമാണോ എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇവിടെ മുറ്റത്ത് തന്നെ നല്ലൊരു ചെടി. ഇതാണ് ആറാട്ടുപുഴ പള്ളി.
ഇവിടെ വ്യത്യസ്ത പിന്നെ ക്രൈസ്തവ സഭകളുടെ ധാരാളം പള്ളികളുണ്ട് ഈ പ്രദേശങ്ങളിൽ. അതായത് ക്രൈസ്തവ സഭയിൽ തന്നെയുള്ള പല സമുദായങ്ങളിൽപ്പെട്ടവരുടെ, ഇപ്പോൾ കത്തോലിക്കർ, അതുപോലെ തന്നെ ഓർത്തഡോക്സ്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ കല്ലറയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. 2 കല്ലറ. ആ കൊടിമരത്തിനോട് ചേർന്ന് തന്നെ ഒരു വഞ്ചി, പള്ളിയുടെ കുരിശെന്നൊക്കെ പറയും. ഇവിടുത്തെ ആളുകളൊക്കെ കുരിശെന്നാണ് അതിനെ വിളിക്കുന്നത്. അതുകൂടാതെ കണ്ടില്ലേ ഒരു മണി, പള്ളിമണി, മണിമേട എന്ന് പറയും. പള്ളിമണിയുടെ ഒരു മണിമേട ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും നല്ലൊരു ഒരു 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 ആധ്യാത്മികമായ ഒരു ചൈതന്യമുള്ള ഒരു പള്ളിയാണ്. നമുക്കൊരു ആധ്യാത്മികമായൊരു മനസ്സിൽ തന്നെ ഒരു ആധ്യാത്മികത തോന്നുന്നു. ഇവിടെ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്നത്. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആ പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. നോക്കാം. അപ്പം ഞാനങ്ങനെ പള്ളി എന്തായാലും അടച്ചിരിക്കുക. ഇപ്പം പ്രാർത്ഥനാ സമയമൊന്നുമല്ല. എങ്കിലും പള്ളിയുടെ, ഞാനിവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാതാവിൻ്റെ തിരുരൂപവും കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ മണിമേടയുടെ അത് സ്ഥാപിച്ച ഡേറ്റും കാര്യങ്ങളും അതുപോലെ ചില സുവിശേഷങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് സെൻറ് മേരീസ് ചർച്ചാണ്. കൊള്ളാം. ഇവിടെ ആരുടെയോ ഒരു കല്ലറ, ശവക്കല്ലറ. ഇതിൻ്റെ മുറ്റമൊക്കെ കണ്ടില്ലേ, ശരിക്കും ഇതിനകത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു വിദേശ രാജ്യത്തൊക്കെ ചെന്ന ഒരു ഫീലിങ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരു കല്ലറയുണ്ട്. കൊള്ളാം. ഇതൊക്കെ എനിക്ക് ആരുടെയാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വ്യത്യസ്തമായ പേരുകളാണ്. അത് വെരി റവറൻഡ് കെയിൽ ഗബ്രിയേൽ ആരാണോ എന്തോ. അല്ല, ഇത് ഒരുപക്ഷെ ഇവിടെ പിന്നെ ഇവിടുത്തെ വിശുദ്ധരായിരുന്ന ആളുകളായിരിക്കാം, പള്ളിയിലച്ചന്മാരോ അങ്ങനെയുള്ള വിശുദ്ധരായിരുന്ന ആളുകളായിരിക്കാം. അവരുടെ സ്മരണാർത്ഥമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഒരു സോപാനം ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് കണ്ടില്ലേ ആ ചേട്ടൻ പറഞ്ഞ ഒരു മാതാവിൻ്റെ തിരുരൂപവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഈ പരുമല തിരുമേനിയുടെ ഒരു രൂപം, അടിപൊളി കേട്ടോ, കൊള്ളാം. ഇതിൻ്റെ ഗ്ലാസ് വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പ്രത്യേകതയാണ്. ഞാൻ മിക്ക പള്ളികളിലും ഇങ്ങനത്തെ ഗ്ലാസ് വർക്ക് കണ്ടിട്ടുണ്ട്. എന്ത് രസമെന്നറിയാം അവിടുത്തെ ആ ഗ്ലാസ് വർക്ക്. ആ ഗ്ലാസ്സിൽ ഒരു പ്രത്യേക ആകൃതിയിൽ ആ ഗ്ലാസ് വെട്ടിയെടുത്തിട്ട് അതിലൊക്കെ ഈ ബൈബിളിലെ പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥകളിലെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ പിന്നെ രൂപങ്ങളെയൊക്കെ ഇങ്ങനെ അതേ രീതിയിൽ അത് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുക ഗ്ലാസ്. അങ്ങനെ ആറാട്ടുപുഴ സെൻറ് മേരീസ് ചർച്ചിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബായ്.